Good afternoon, Good ma'am. afternoon. Good afternoon, ma'am. Good afternoon. എല്ലാവർക്കും good afternoon കേട്ടോ. Good afternoon. കഴിഞ്ഞ ക്ലാസ്സിലത്തെ എല്ലാരും വായിച്ചോ? വായിച്ചായിരുന്നോ? ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കത്തീറ്റർ റിലേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ റേറ്റ് അല്ലേ പറഞ്ഞു നടത്തിയത്? Ventilator related pneumonia. വെന്റിലേറ്റർ പറഞ്ഞല്ലേ? ആ വെന്റിലേറ്റർ റിലേറ്റഡ് ന്യൂമോണിയ റേറ്റും കൂടി പറഞ്ഞായിരുന്നു അല്ലേ? ഓക്കെ, അതായത് ഒന്നുകൂടി അത് പറഞ്ഞുതരാം കേട്ടോ. അത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞതെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസ് ദീർഘകാലം അതിനകത്ത് കിടക്കുമ്പോൾ, അതായത് കഫ് അടിഞ്ഞു കൂടാനുള്ള സാധ്യതയുണ്ട്. വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസ് ആണെങ്കിൽ അപ്പൊ കഫ് അടിഞ്ഞു കൂടിയിട്ട് ന്യൂമോണിയ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. അതിന്റെ റേറ്റ് ആണ് നോക്കുന്നത്. എത്രമാത്രം പേഷ്യൻസിനെ അങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ ന്യൂമോണിയ വരുന്നുണ്ട് എന്നുള്ളൊരു റേറ്റ് കൂടി അവിടെ നോക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ, സെൻട്രൽ ലൈൻ റിലേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ. അതായത് ബ്ലഡ് ഒക്കെ നമ്മള് എന്താ പറയാ ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബ്ലഡ് ഒക്കെ നമ്മള് പേഷ്യൻസിൽ എന്താ പറയാ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് കയറ്റുമ്പോൾ ധാരാളം ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ പറയാ ഫീവർ പോലുള്ള കാര്യങ്ങള്, പിന്നെ അലർജി പോലുള്ള കാര്യങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോ അതുപോലെ തന്നെയാണ് ഇത് ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ട്. ബ്ലഡ് ഇങ്ങനെ പേഷ്യൻസിന്റെ ഇതില് എന്താ പറയാ ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുമ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടാവുന്ന സാധ്യതയും കാണുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ്. അതായത് കൈ കഴുകുന്നതുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്, അല്ലെങ്കിൽ കൈയുടെ വൃത്തിയുമായി ബന്ധപ്പെട്ട് പ്രോപ്പർ ആയിട്ടാണോ നല്ല രീതിയിലാണോ കൈ കഴുകുന്നത്, അവിടെ വരുന്ന പേഷ്യൻസ് ആയാലും അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ്. അതായത് സർജറീസ് റീഷെഡ്യൂൾ ചെയ്യുക. ഇന്നത്തെ ദിവസമാണ് സർജറി പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഇന്നത്തേന് പകരം പിന്നീട് ഒരു ദിവസത്തേക്ക് മാറ്റുക എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ചെക്ക് ചെയ്യാറുണ്ട്. നെക്സ്റ്റ്, ടേൺ അറൌണ്ട് ടൈം ഫോർ ഇഷ്യൂ ബ്ലഡ് ആൻഡ് കമ്പോണൻസ്. അതായത് പേഷ്യൻസിന്റെ പക്കൽ നിന്ന് കളക്ട് ചെയ്യുന്ന ബ്ലഡ് സാമ്പിള് അല്ലെങ്കിൽ യൂറിൻ പോലുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തതിനു ശേഷം എത്ര സമയം കൊണ്ടാണ് അത് അവിടെ എത്തുന്നത്, അല്ലെങ്കിൽ ലബോറട്ടറികളിൽ എത്ര സമയം എടുക്കും അത് എത്തിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള കാര്യമാണ് അവിടെ പറയുന്നത് കേട്ടോ. നഴ്സ് പേഷ്യന്റ് റേഷ്യോ ഫോർ ICU ആൻഡ് വാർഡ്സ്. ICUയിലും അതുപോലെ തന്നെ വാർഡിലുമുള്ള നഴ്സിന്റെയും പേഷ്യന്റിന്റെയും റേഷ്യോ അനുപാതം എത്രയാണെന്ന് നോക്കുന്നുണ്ട്. വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ. അതായത് ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ, അതായത് ഡോക്ടറെ കാണാനായിട്ട് രോഗികൾ വരുമ്പോൾ എത്ര സമയം അവർ വെയിറ്റ് ചെയ്തിട്ടാണ് ഡോക്ടറെ കാണുന്നത്, ആ ഒരു റേഷ്യോ നോക്കാറുണ്ട്. വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്സ്. അതായത് എത്ര സമയം എടുത്തിട്ടാണ് അവർക്ക് രോഗനിർണയം നടത്തുന്നത്. സ്റ്റോക്ക് ഔട്ട് റേറ്റ് ഓഫ് എമർജൻസി മെഡിക്കേഷൻ. എമർജൻസി മെഡിസിൻ എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ കയ്യിൽ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ഒന്നാണ് അല്ലെ. അതിന്റെ സ്റ്റോക്ക് ഒരിക്കലും തീർന്നു പോകാനായിട്ട് പാടുള്ളതല്ല. പക്ഷെ ചില സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യാറുണ്ട്, അതിന്റെ സ്റ്റോക്ക് ഔട്ട് അല്ലെങ്കിൽ അതിന്റെ സ്റ്റോക്ക് തീർന്നു പോകാറുണ്ട്. അപ്പോൾ അതിന്റെ റേഷ്യോ നോക്കുന്നുണ്ട്. പേഷ്യന്റ് ഫാൾ റേറ്റ്. പേഷ്യന്റ് ഫാൾ റേറ്റ് എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് അഡ്മിറ്റ് ആയിരിക്കുന്ന സമയത്തൊക്കെ ഹോസ്പിറ്റലുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ബാത്റൂമിലൊക്കെ പേഷ്യന്റ് പോകുമ്പോൾ തെന്നി വീഴാനുള്ള ചാൻസ് ഉണ്ട്. അതായത് തീരെ വയ്യാത്ത പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവരെ പ്രോപ്പർ ആയിട്ട് ഗൈഡ് ചെയ്തില്ലെങ്കിൽ അവര് ചിലപ്പോൾ തെന്നിയൊക്കെ വീഴാം. അങ്ങനെ അപകടങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതിനെയാണ് എന്ത് പറയാ, പേഷ്യന്റ് ഫാൾ റേറ്റ് എന്ന് പറയുന്നത്. ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്സ് ഇഞ്ചുറീസ്. അതായത് പേഷ്യന്റിനെ നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കുമല്ലോ, അല്ലെങ്കിൽ ഇപ്പോൾ ഇത് എന്താ പറയാ കാനുല കുത്തിയിട്ടായിരിക്കാം, അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ഇഞ്ചക്ഷൻ കൊടുക്കുന്നുണ്ടാവാം. ഈ രണ്ട് ടൈപ്പ് രീതിയിൽ നമ്മൾ പേഷ്യന്റ് ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ നഴ്സുമാർക്കാണ് കൂടുതലായിട്ട് ഇത് എഫക്ട് ചെയ്യുക. അതായത് ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ
ചിലപ്പോ എന്താ പറയാ പേഷ്യന്റ് ബ്ലഡ് ബോഡിയിലുള്ള ബ്ലഡ് കൊടുക്കുന്ന ഭാഗത്ത് ആ പാട്ടിലുള്ള ബ്ലഡ് നേഴ്സിന്റെ കണ്ണിൽ തെറിക്കുകയോ അല്ലെങ്കിൽ അവരിൽ ഉപയോഗിക്കുന്ന ക്യാനുവല ഉണ്ടല്ലോ അതിന്റെ സൂചി നേഴ്സിന്റെ ദേഹത്തെ ഏതെങ്കിലും ഒരു ഭാഗത്ത് തുളഞ്ഞു കയറുകയോ ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് മൂലമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നഴ്സുമാർക്ക് HIV റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കേട്ടോ. അല്ലെങ്കിൽ HIV പകരുന്നത് പേഷ്യന്റിൽ നിന്ന് ഇങ്ങനെയാണ് എന്ത് കിട്ടുക, ഹെൽത്ത് വർക്കേഴ്സിന് HIV കിട്ടുക. ഓക്കെ, അപ്പോ കൂടുതലും ഇങ്ങനെ തന്നെയാണ്, മെജോറിറ്റി ഇങ്ങനെയുള്ള കേസുകളാണ് HIV ഇങ്ങനെയുള്ള ഹെൽത്ത് പ്രൊവൈഡേഴ്സുമാർക്ക് കൂടുതലായിട്ട് കിട്ടുക. പക്ഷെ നമ്മുടെ രാജ്യത്ത് അത് എന്താ പറയാ റിപ്പോർട്ട് ചെയ്യാറില്ല, അല്ലെങ്കിൽ ഇത് പുറം ലോകം അങ്ങനെ അറിയാറില്ല. ഈ ഒരു കേസ് മൂലമാണ് ഇങ്ങനെ ഉണ്ടാകുന്നതെന്ന് അങ്ങനെ അറിയാറില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഒന്നാമത്തേന്ന് പറഞ്ഞാല് എടുക്കുമ്പോൾ ബ്ലഡ് ഒക്കെ നമ്മൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ നമ്മൾ ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് കണ്ണിലേക്ക് ബ്ലഡ് തെറിച്ചു പോകുന്നു. രണ്ടാമത്തേന്ന് വെച്ചാൽ ക്യാനുവല കുത്തുമ്പോൾ സൂചിയൊക്കെ നേഴ്സിന്റെ കൈമേലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഗത്തൊക്കെ തുളഞ്ഞു കയറുന്നു. അങ്ങനെയും ഈ രണ്ട് ഭാഗത്തിലൂടെയും HIV സ്പ്രെഡ് ആകാം. ഓക്കെ, the next one, suitable handovers during shift change separated for doctors and nurses. അതുപോലെ തന്നെ ഷിഫ്റ്റുകളൊക്കെ തന്നെ ഹാൻഡ് ഓവർ ചെയ്യുമല്ലോ സ്റ്റാഫുകൾ തമ്മിൽ, അതായത് ഡോക്ടർമാരും നഴ്സുമാരൊക്കെ തമ്മിൽ എന്ത് ചെയ്യാറുണ്ട്, ഡോക്ടേഴ്സ് തമ്മിൽ ഷിഫ്റ്റുകൾ ഹാൻഡ് ഓവർ ചെയ്യാറുണ്ട്, നഴ്സുമാർ തമ്മിൽ ഷിഫ്റ്റുകൾ ഹാൻഡ് ഓവർ ചെയ്യാറുണ്ട്. അപ്പൊ അതൊക്കെ കറക്റ്റ് ആയിട്ടാണ് നടക്കുന്നത്. അതായത് ഒരാളോട് നമ്മൾ ഡ്യൂട്ടി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അയാൾ ഡ്യൂട്ടി ചെയ്യാനായിട്ട് തയ്യാറാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. Then complaints rate of medication prescription in capitals. അതുപോലെ തന്നെ മെഡിക്കേഷന്റെ പ്രിസ്ക്രിപ്ഷനിലും മരുന്നുകളുടെ പ്രിസ്ക്രിപ്ഷനിൽ എന്തെങ്കിലും തർക്കങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ കംപ്ലൈന്റുകൾ എന്തെങ്കിലും പ്രോബ്ലംസോ അല്ലെങ്കിൽ എന്തെങ്കിലും പരാതികളോ മറ്റും ഉണ്ടായിട്ടുണ്ടോ എന്ന് കൂടി ചെക്ക് ചെയ്യും. ഓക്കെ, ഇത്രയും കാര്യം ക്ലിയർ ആണോ? നമുക്ക് ഇതുപോലെ തന്നെയാണ് ഇനി ബാക്കി അങ്ങോട്ട് വരാനായിട്ട് പോകുന്നത്. പല പല ഡിപ്പാർട്ട്മെന്റ് വൈസ് നമ്മൾ പഠിക്കും. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മുൻകൂട്ടി എന്താ പറയാ മുൻകൂട്ടി എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമ്മൾ പഠിക്കും. ഇതേ കാര്യം തന്നെ നമുക്ക് അതിനകത്ത് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അടുത്തത് സൈനേജ് ബൈലിംഗ്വൽ ദാറ്റ് ഇൻക്ലൂഡ്സ് പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതായത് പേഷ്യന്റിന് ചില അവകാശങ്ങളുണ്ട്, അവർക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഈ ഒരു കാര്യം ബൈലിംഗലുമായിട്ട് പ്രസന്റ് ചെയ്യുക. ബൈലിംഗൽ എന്ന് പറഞ്ഞാൽ അതായത് ദ്വിഭാഷ എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ജീവിക്കുന്നത് കേരളത്തിലാണ്. കേരളത്തിലെ ഹോസ്പിറ്റലിലെ പേഷ്യൻസിന്റെ റൈറ്റ്സിനെ കുറിച്ചും റെസ്പോൺസിബിലിറ്റിയെ കുറിച്ചും അവെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ഹോസ്പിറ്റലുകളിലും എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒന്നല്ലെങ്കിൽ റെക്കോർഡ് സൂക്ഷിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് ഒരു പോസ്റ്റർ പോലെ ഹോസ്പിറ്റലുകളിൽ അത് ഒട്ടിച്ചു വെച്ചിട്ടുണ്ടാവും. എന്താ ഒട്ടിച്ചു വെക്കുന്നത്? പേഷ്യന്റിന്റെ അവകാശങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ പേഷ്യന്റ് ഉത്തരവാദിത്തങ്ങളെ കുറിച്ചിട്ടും 2 ലാംഗ്വേജിലായിരിക്കും അത് എന്താ പറയാ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലായതുകൊണ്ട് മലയാളം ലാംഗ്വേജ് ഉപയോഗിക്കാം. രണ്ടാമത്തത് ഇംഗ്ലീഷ് ഭാഷ. അതായത് പുറത്തുനിന്ന് ഒരാൾ വരികയാണെങ്കിൽ കൂടി അയാൾക്ക് നമ്മുടെ ഭാഷ ചിലപ്പോൾ അറിയണമെന്നുണ്ടാവുന്നില്ല. അപ്പോ ഇംഗ്ലീഷ് ഭാഷ കൂടി ഉപയോഗിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് അയാൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോ ഏതൊരു രാജ്യത്തായാലും 2 ഭാഷ അവരുടെ എന്താ പറയാ ഏതൊരു രാജ്യം എന്ന് പറയുന്നില്ല, ഏതൊരു സ്റ്റേറ്റ് ആണെങ്കിലും അവരുടേതായിട്ടുള്ള റീജിയണൽ ലാംഗ്വേജിലും ഒരു ഇംഗ്ലീഷിലും കൂടി എന്ത് ചെയ്തിട്ടുണ്ടാകും, അവബോധം കൊടുത്തിട്ടുണ്ടാവും പേഷ്യന്റിന്റെ റൈറ്റ്സിനെ കുറിച്ചും അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചും കേട്ടോ. 5th വൺ എന്ന് പറയുന്നത് സ്റ്റാഫ് ട്രെയിനിങ് റെക്കോർഡാണ്. സ്റ്റാഫുകളുടെ ട്രെയിനിങ് റെക്കോർഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. സ്റ്റാഫ് ഇമ്മ്യൂണൈസേഷൻ, സ്റ്റാഫ് പ്രതിരോധ കുത്തിവയ്പ്പുകളൊക്കെ എടുക്കുന്നുണ്ടോ? അവിടെ നിൽക്കുന്ന സ്റ്റാഫുകൾ എന്ന് പറഞ്ഞാല് ധാരാളം രോഗങ്ങളുമായിട്ടാണ് പേഷ്യൻസ് വരുന്നത് അല്ലെ. അപ്പോ ഇവർക്ക് അതായത് ഇവരെ സെർവ് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ഇത് പകരാനായിട്ട് ഇടയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് ഇമ്മ്യൂണൈസേഷൻ കാര്യങ്ങൾ ചെയ്താൽ മാത്രമാണ് അത് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുക. അപ്പൊ സ്റ്റാഫുകളൊക്കെ കറക്റ്റ് ആയിട്ട് ഇമ്മ്യൂണൈസേഷൻ ഫോളോ ചെയ്യുന്നുണ്ടോ? സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ്. സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാല് നമ്മള് ഏത് ഗവൺമെന്റിന്റെ കീഴിലാണ്? ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിലാണ്. അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്.
അപ്പോ എല്ലാ ഹോസ്പിറ്റലുകളും, ഇന്ത്യയിലെ എല്ലാ ഹോസ്പിറ്റലുകളും പ്രവർത്തിക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരമാണ്. അപ്പോ ഇന്ത്യ ഗവൺമെന്റിന്റെ ചട്ടങ്ങളും അതുപോലെ തന്നെ നടപടിക്രമങ്ങളും അവരുടേതായിട്ടുള്ള ലോസ് ഹോസ്പിറ്റലുകളിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം എന്ത് ചെയ്യാറുണ്ട്, ചെക്ക് ചെയ്യാറുണ്ട്. അവർക്ക് ഇന്ത്യയുടെ ലോസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവുമല്ലോ, അതനുസരിച്ചിട്ടായിരിക്കണം ഓരോ ഹോസ്പിറ്റലും എന്ത് ചെയ്യേണ്ടത്, പ്രവർത്തിക്കേണ്ടത്. ഓക്കെ, ആ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നതാണ് എന്ത്, സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാൽ കേട്ടോ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എഴുതിയെടുക്കുന്നുണ്ടോ, നോട്ട് ചെയ്യുന്നുണ്ടോ? ഓക്കെ. Then next one, 8th one, hospital. അതായത് ഇന്ത്യ ഗവൺമെന്റിൽ ലോസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് എന്ത്, സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ്. ഓക്കെ. Then hospital wide internal audit to be managed once in 6 months. അതായത് ഓരോ 6 മാസം കൂടുമ്പോഴും ഒരു തവണയെങ്കിലും ഹോസ്പിറ്റലിന് ഇന്റേണൽ ഓഡിറ്റ് നടത്തിയിരിക്കണം. ഓഡിറ്റ് അറിയാലോ നിങ്ങൾക്ക്, കറക്റ്റ് ആയിട്ട് കണക്കും കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ്, ഈ കാൽക്കുലേറ്റ് ചെയ്തതാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോ 6 മാസത്തിലൊരിക്കൽ എന്ത് ചെയ്തിരിക്കണം, ഈ ഒരു ഓഡിറ്റ്, ഇന്റേണൽ ഓഡിറ്റ് നടത്തിയിരിക്കണം എന്ന് പറയുന്നത്. നമുക്ക് ഓഡിറ്റ് പഠിക്കാനുണ്ട് കേട്ടോ. ഓഡിറ്റ് ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് എടുക്കുന്നത്. അതുപോലെ തന്നെ 9th പോയിന്റ്, 2 ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രൊജക്ട് ഇൻ എ ഇയർ. ഒരു വർഷത്തില് 2 ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, അതായത് ഗുണനിലവാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2 പ്രോജക്റ്റുകളെങ്കിലും ഹോസ്പിറ്റലുകളിൽ നടപ്പിലാക്കിയിരിക്കണം. 2 പ്രൊജക്ടുകൾ, 2 പദ്ധതികളെങ്കിലും ഹോസ്പിറ്റലുകളിൽ നടപ്പിലാക്കിയിരിക്കണം എന്ന് പറയുന്നുണ്ട്. Then 10th one, incident report management, which consists of identification, reporting, reviewing and action on incidents. This could consist of near miss, sentinel event, adverse events. അതായത് എന്തെങ്കിലും ഇൻസിഡന്റുകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഹോസ്പിറ്റലുകളിൽ ഉണ്ടായി കഴിഞ്ഞാല് അതുമായി ബന്ധപ്പെട്ടുള്ള ഐഡന്റിഫിക്കേഷൻ, ആ എന്താണ് ഇൻസിഡന്റ് ഉണ്ടായെന്ന് തിരിച്ചറിയുക, അതിനെ റിപ്പോർട്ട് ചെയ്യുക, അതിനെ റിവ്യൂ ചെയ്യുക. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. ദെൻ നിയർ മിസ്സുമായി ബന്ധപ്പെട്ട്, നിയർ മിസ് എന്താണ്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതായത് പേഷ്യന്റ് തൊട്ടടുത്ത് ചെല്ലുന്നതിന് മുമ്പായിട്ട് അവ ഐഡന്റിഫൈ ചെയ്യുന്നതിനെയാണ് എന്ത് പറയാ, നിയർ മിസ്സസ് എന്ന് പറയാ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള്. ദെൻ സെന്റിനൽ ഇവന്റ്. എന്താണ് സെന്റിനൽ ഇവന്റ്? ആർക്കെങ്കിലും ഒന്ന് പറയാമോ, ഒന്ന് കമന്റ് ചെയ്തേ. എന്താണ് സെന്റിനൽ ഇവന്റ്? അറിയാമോ സെന്റിനൽ ഇവന്റ് എന്താണ്? അറിയില്ല. സെന്റിനൽ ഇവന്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നടുവേദന എക്സാമ്പിൾ പറയാം. നടുവേദനയായിട്ടായിരിക്കാം ഒരു പേഷ്യന്റ് വരുന്നത്. നടുവേദനയായിട്ട് വരുന്ന പേഷ്യന്റ് ആണ്, അയാൾക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തു. ആ സമയത്ത് തന്നെ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അയാൾക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള, കാരണം വളരെ വീക്ക് ആയിട്ടുള്ള കണ്ടീഷനോട് കൂടി ആയിരിക്കും ചിലപ്പോൾ അയാൾ വന്നിട്ടുണ്ടാവുക. കുറച്ച് കഴിയുമ്പോൾ അയാൾ ബാത്റൂമിൽ ഒന്ന് പോവാണ്, ആരുടെയും സഹായമില്ലാതെയാണ് പോകുന്നത്. ബാത്റൂമിൽ വെച്ചിട്ട് പെട്ടെന്ന് അയാൾ തെന്നി, അയാൾ തല ഇടിച്ച് അയാൾ മരിച്ചു എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്, അതായത് റിയൽ ആയിട്ട് അയാൾക്ക് എന്താണ് രോഗം ഉണ്ടായിരുന്നത്, ആ കാരണം കൊണ്ടല്ല അയാൾ അവിടെ മരിക്കുന്നത്, മറിച്ച് ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പാകപ്പിഴവ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അൺനാച്ചുറൽ ആയിട്ട്, അല്ലെങ്കിൽ എന്താ പറയാ, പ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് അദ്ദേഹം ഡെത്ത് ആവുകയോ അദ്ദേഹത്തിന്റെ ബോഡിക്ക് എന്തെങ്കിലും ഇഞ്ചുറീസ് പറ്റുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിനെ നമുക്ക് സെന്റിനൽ ഇവന്റ് എന്ന് വിളിക്കാം കേട്ടോ. അതായത് രോഗിക്ക് ഇപ്പൊ എന്തൊരു അസുഖമായിട്ട് വരുന്ന, എന്ത് ചിലപ്പോൾ ഒരു ശ്വാസം മുട്ടായിട്ട് വരുന്ന പേഷ്യന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ന്യൂമോണിയ ആയിട്ട് വരുന്ന പേഷ്യന്റ് ആയിക്കോട്ടെ, അക്കാരണം കൊണ്ടല്ലാതെ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട്, ഹോസ്പിറ്റലിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ട് ഒരു പേഷ്യന്റ് ഡെത്ത് ആവുകയോ അല്ലെങ്കിൽ ആ പേഷ്യന്റ് ഇഞ്ചുറി പറ്റുകയോ ചെയ്താൽ ദാറ്റ് ഈസ് സെന്റിനൽ ഇവന്റ്. ക്ലിയർ ആണോ? മനസ്സിലായോ എന്താണ് സെന്റിനൽ ഇവന്റ് എന്ന്? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, എത്ര ആളുകൾ അങ്ങനെ വന്നിട്ട് അങ്ങനെ വീണ് മരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര പേർക്ക് ഇങ്ങനെ സെന്റിനൽ ഇവന്റ് മൂലം ഇഞ്ചുറീസ് സംഭവിക്കുന്നുണ്ട്, അതിന്റെ റേഷ്യോ നമ്മൾ നോക്കാറുണ്ട്. നെക്സ്റ്റ് വൺ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആണ് കേട്ടോ.
Quality indicators are otherwise called key performance indicators. Quality refers to the degree of adherence to pre-established criteria or standards. Indicators a statistical measure of the performance of function, system or process over a period of time. അപ്പോൾ നമുക്ക് എന്താണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് നോക്കാം. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ദാറ്റ് ഈസ് KPI. KPI തന്നെയാണ് നമ്മൾ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഗുണനിലവാര സൂചിക അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഗുണനിലവാരവുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ, അതിനെയാണ് നമ്മൾ എന്ത് പറയാ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് അഥവാ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചർച്ച ചെയ്തില്ലേ, ഇതൊക്കെ ഒരു ഹോസ്പിറ്റലിന്റെ സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഇത്തരം കാര്യങ്ങളിൽ നമ്മൾക്ക് 100% അല്ലെങ്കിൽ ഒരു 100-ൽ ഇത്ര ശതമാനം മാർക്ക് കൊടുക്കാൻ സാധിച്ചാലാണ് ആ ഒരു സ്ഥാപനത്തിന് അക്രഡിറ്റേഷൻ ലഭ്യമാക്കുക. ഇത്രയും കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്താൽ മാത്രമാണ്, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് കൊണ്ടുവന്നാൽ മാത്രമാണ് അവർക്ക് എന്ത് കിട്ടുക, അക്രഡിറ്റേഷൻ കിട്ടുക. അപ്പൊ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആണ്. അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അതായത് മുന്നേ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്, കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയ ഒരു പീരീഡ് ഓഫ് ടൈം കൊണ്ട് ഫങ്ഷൻ ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, ഇത് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അതായത് ഹോസ്പിറ്റലിന്റെ ഹയർ അതോറിറ്റി, അതായത് നാബ് പോലുള്ള സംഘടനകൾ അല്ലെങ്കിൽ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡൈസ് ഫോർ ഓർഗനൈസേഷൻ പോലുള്ള സംഘടനകളൊക്കെ എന്താണ് ഓരോ ഹോസ്പിറ്റലിലും അല്ലെങ്കിൽ ഓരോ സ്ഥാപനത്തിലും പ്രവർത്തിക്കേണ്ട മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട്. ആ മാനദണ്ഡങ്ങൾ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ പെർഫോം ചെയ്ത് കാണിക്കുകയാണ് എന്ത് ചെയ്യുക ഒരു ഹോസ്പിറ്റലിന്റെ എയിം എന്ന് പറയുന്നത്. അപ്പൊ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആണ്. ഒരു സ്ഥാപനത്തിന്റെ നല്ല രീതിയിലുള്ള പെർഫോമൻസിന് അല്ലെങ്കിൽ നല്ല നിലവാരത്തിൽ ഇത് പ്രവർത്തിക്കുന്നതിന് ഇത് സഹായിക്കുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വരുന്നുണ്ട്, ഇപ്പൊ പറയാം. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഫോർ KPD ഡിഫറെന്റ് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്. അതുപോലെ തന്നെ ക്വാളിറ്റി, അതായത് ക്വാളിറ്റി പല ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഹോസ്പിറ്റലിന്റെ പല ഡിപ്പാർട്ട്മെന്റുകളിലായിട്ട് പലതരത്തിലുള്ള ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ KPD എന്ന് പറയുന്നുണ്ട്. ഒരു KPI ഞാനിപ്പോ പറഞ്ഞു. KPIയുടെ ഫുൾ ഫോം എന്താണ്? ഒന്ന് കമന്റ് ചെയ്തേ. KPI ഫുൾ ഫോം എന്താണ്? KPIയുടെ ഫുൾ ഫോം എന്താ? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്നാണ് KPIയുടെ ഫുൾ ഫോം വരിക അല്ലെ. ഓക്കെ, ഇനി KPDയുടെ ഫുൾ ഫോം നമുക്കറിയണം അല്ലെ. KPD എന്ന് പറഞ്ഞാല് കീ പെർഫോമൻസ് ഡ്രൈവർ. കീ പെർഫോമൻസ് ഡ്രൈവർ എന്നാണ് KPDയുടെ ഫുൾ ഫോം വരിക കേട്ടോ. KPD കീ പെർഫോമൻസ് ഡ്രൈവർ. ഇനി ഞാൻ ഇത് തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ചുരുക്കി പറഞ്ഞുതരാം. എന്താണ് KPIയും KPDയും തമ്മിലുള്ള ഡിഫറൻസ്? ഓക്കെ, അതായത് KPI എന്ന് പറഞ്ഞാല് എന്താ പറയാ നല്ല കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്ത് അല്ലെ, കുറെ സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തു. അപ്പൊ സ്റ്റാൻഡേർഡ്സിനെയാണ് എന്ത് പറയാ, അല്ലെങ്കിൽ ഒരു ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യത്തെയാണ് നമ്മൾ എന്ത് പറയാ KPI എന്ന് പറയാ. ഓക്കെ, ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു ക്വാളിറ്റിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യത്തെയാണ് നമ്മൾ KPI എന്ന് പറയാ. ഇനി എന്താണ് KPD എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ KPIയിലേക്ക് എത്തണമെങ്കിൽ, അതായത് നല്ല സ്റ്റാൻഡേർഡോട് കൂടി അല്ലെങ്കിൽ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിലെ സ്റ്റാഫ് പ്രവർത്തിക്കണമെങ്കിൽ അതിന് പിന്നിൽ ധാരാളം ഹാർഡ് വർക്ക് ഉണ്ട്. ആ ഹാർഡ് വർക്കിനെയാണ് KPD എന്ന് പറയാം. ഓക്കെ, ഹാർഡ് വർക്കിനെ എന്ത് പറയാം? KPD എന്ന് പറയാം. ഈ വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് നിങ്ങളിപ്പോ ഈ ഒരു കോഴ്സിൽ പഠിക്കുന്നുണ്ടല്ലോ, ഇപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സാണ് നിങ്ങൾ പഠിക്കുന്നത് അല്ലെ. ഇപ്പൊ നിങ്ങളുടെ ഒരു എന്താ പറയാ നിങ്ങളുടെ എയിം അല്ലെങ്കിൽ ഒരു നല്ല ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു നല്ല ഹോസ്പിറ്റലിൽ ജോലി കിട്ടണം എന്നായിരിക്കുമല്ലോ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിരന്തരം ക്ലാസ്സുകൾ കാണുന്നു, നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ എഴുതുന്നു, നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നു. ഇതൊക്കെ എന്തിന്റെ ഭാഗമായിട്ടാണ്? ഹാർഡ് വർക്കിന്റെ ഭാഗമാണ്. അപ്പൊ ആ ഹാർഡ് വർക്കിനെ നമുക്ക് എന്ത് പറയാം? KPD എന്ന് പറയാം. KPD നടപ്പിലാക്കിയാൽ മാത്രമാണ് നമുക്ക് KPI അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ.
ക്ലിയർ ആണോ? മനസ്സിലായോ? ഓക്കെ. ഇനി ഈ ഒരു ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്, അതായത് പല ഡിപ്പാർട്ട്മെന്റുകളിലും എങ്ങനെയാണ് ഈ ഒരു എന്താ പറയുക ഗുണനിലവാരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നത്, എങ്ങനെയാണ് അവിടെ പ്രവർത്തിക്കുന്നത്, ആരാണ് അത് ഇവാലുവേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ് ഫസ്റ്റ് വരുന്നത്. അത് നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ആണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ചെക്ക് ചെയ്യുന്നത് നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ആണ്. ഫസ്റ്റ് വൺ, നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ പെർഫോമൻസ് ആണ് അവർ ചെക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ടൈം ഫോർ ഇനീഷ്യൽ ഇവാലുവേഷൻ ഓഫ് ഇൻപേഷ്യന്റ് ഇൻഡോർ പേഷ്യൻസ്, അതായത് അവിടെ വരുന്ന ഇൻഡോർ പേഷ്യൻസ് അല്ലെങ്കിൽ ഇൻപേഷ്യന്റിൽ വരുന്ന ആളുകൾക്ക് എത്ര സമയം കൊണ്ടാണ് അവർ ഇനീഷ്യൽ ഇവാലുവേഷൻ എടുക്കുന്നത്, അതായത് അവരുടെ പ്രഷർ നോക്കുന്നത് എത്ര സമയം കൊണ്ടാണ്, അവരുടെ എന്താ പറയാ പൾസ് റേറ്റ് നോക്കുന്നത് എത്ര സമയം കൊണ്ടാണ്, BP നോക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലാ വരുന്നത്, ഇനീഷ്യൽ ഇവാലുവേഷനിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ടൈം ഒന്ന് അവർ നോക്കുന്നുണ്ട്. സെക്കൻഡ് വൺ, percentage of inpatient cases in which nursing care plan is documented, അതായത് നഴ്സുമാരും പേഷ്യൻസിന് കൊടുക്കുന്ന പരിചരണം ശരിയായിട്ട് ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ടോ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതായത് രേഖപ്പെടുത്തി വെക്കുന്നുണ്ടോ, അവരിപ്പോ ഓരോ നഴ്സുമാരും ഓരോ പേഷ്യന്റിന് കെയർ കൊടുത്തിരിക്കുക അല്ലേ, ഇത് അതായത് ഇത് കറക്റ്റ് ആയിട്ട് അവർ ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ടോ, രേഖപ്പെടുത്തി വെക്കുന്നുണ്ടോ ചെക്ക് ചെയ്യുന്നു. Then third one, percentage of medication error, അതായത് മെഡിക്കേഷൻ എററിൽ എന്തെങ്കിലും എന്താ പറയാ പിശകുണ്ടോ അല്ലെങ്കിൽ മെഡിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും എറർ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. Then fourth point, number of sentinel events reported, gathered and examined within the defined time frame. A sentinel event is defined as any unanticipated event in a healthcare setting that result in death or serious physical or psychological injury to a patient or patients not connected with the natural course of the patient illness. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ സെന്റിനൽ ഇവന്റ് അല്ലെ, അതായത് പേഷ്യന്റ് യഥാർത്ഥ കാരണം കൊണ്ടല്ലാതെ പേഷ്യന്റ് ചിലപ്പോൾ മരണമോ അല്ലെങ്കിൽ ഇഞ്ചറീസോ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെ സെന്റിനൽ ഇവന്റ് എന്ന് പറയാം. ഞാൻ ഒരു ചാപ്റ്റർ ഫിനിഷ് ആകുമല്ലോ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾക്ക് ഒരു ചാപ്റ്റർ ഫിനിഷ് ചെയ്യാം. അപ്പൊ ഞാൻ സെന്റിനൽ ഇവന്റുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൊണ്ടുതരാം. അപ്പൊ നിങ്ങളെ കൊണ്ട് ഞാൻ വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കാം കേട്ടോ. അപ്പൊ നിങ്ങളത് ചെയ്താൽ മതി, അപ്പൊ മനസ്സിലാവുന്നതാണ്. ഓക്കെ, then fifth one, percentage of near miss might have happened but not happened, അതായത് എന്താ പറയാ നിയർ മിസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു, അതായത് തൊട്ടടുത്ത് പേഷ്യന്റ് കയ്യില് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ എത്തിക്കുന്നതിന് മുമ്പായിട്ട് അതിന് തൊട്ട് മുമ്പ് നമ്മള് ഐഡന്റിഫൈ ചെയ്യുന്നതിനെയാണ് നിയർ മിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങൾ കൂടി നോക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നേരത്തെ പഠിച്ചതിന്റെ തന്നെ ചില ഭാഗങ്ങൾ താഴേക്കും വരുന്നുണ്ട്, റിപ്പീറ്റ് വരുന്നുണ്ട് കേട്ടോ. Then sixth one, proper handovers during shift change applicable to doctors and nurses per patient per shift, അതായത് ഡോക്ടർമാരും നഴ്സുമാരും ഷിഫ്റ്റ് ചേഞ്ച് ആക്കുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. അതിന്റെ റേഷ്യോ നോക്കുന്നുണ്ട്. Then seventh one, incidence of patient identification error, അതായത് പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള, പേഷ്യന്റിനെ തിരിച്ചറിയാനുള്ള ഇതില് എന്തെങ്കിലും പിശക് പറ്റുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. Then eighth one, adherence to hand hygiene practice, നമ്മുടെ ഹാൻഡ് ഹൈജീനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് eighth one പറയുന്നത് കേട്ടോ. ഇത് പാലിക്കാൻ, അതായത് നല്ല കൈകഴുകൽ മാതൃക പാലിക്കുക എന്നുള്ളതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. Then ninth one, nurse patient ratio for ICU and ward, ICUലെയും വാർഡിലെയും എന്താ പറയാ നഴ്സിന്റെയും അതുപോലെ തന്നെ പേഷ്യന്റിന്റെയും റേഷ്യോ തമ്മിൽ നോക്കാനായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, then infection control ഒന്ന് റീഡ് ചെയ്യാട്ടോ, ഒരു മിനിറ്റ് വന്നിട്ട് നിങ്ങളൊന്ന് റീഡ് ചെയ്തേ, അപ്പൊ കൂടുതൽ ക്ലിയർ ആവും. റീഡ് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് തമ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, റീഡ് ചെയ്തു.
നോക്കിയാൽ നിങ്ങൾ ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറഞ്ഞാല് എന്താ പറയാ, അണുബാധ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട അല്ലെ, അതിന് ഇവാലുവേറ്റ് ചെയ്യുന്നത് ICN നഴ്സ് ആണ്, ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സ് ആണ് അവർ ഇവാലുവേഷൻ നടത്തുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, IPD ഇൻസിഡൻസ് ഓഫ് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ് എക്സ്പോഷേഴ്സ്. അതായത് IPD വരുന്ന പേഷ്യൻസ് ഉണ്ടല്ലോ, അതായത് അഡ്മിറ്റ് ആകുന്ന പേഷ്യൻസിൽ നിന്ന് എത്ര ശതമാനം ആളുകൾക്ക് അതായത് ബ്ലഡിലൂടെയോ അല്ലെങ്കിൽ അവരുടെ ബോഡി ഫ്ലൂയിഡിലൂടെയോ സമ്പർക്കം മൂലം രോഗങ്ങൾ വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോ IPDയിലെ ന്യൂമോണിയ ആയിട്ട് ഒരു പേഷ്യന്റിനെ കിടത്തിയെന്ന് വിചാരിക്കാം, അഡ്മിറ്റ് ചെയ്തെന്ന് വിചാരിക്കാം. ആ ആളിൽ നിന്ന് മറ്റു ചില ആളുകളിലേക്കും ആ രോഗം പകരുന്നുണ്ടെങ്കിൽ അത് എന്താ പറയാ, ക്വാളിറ്റിയെ ബാധിക്കുന്നതാണ് അല്ലെ. കാരണം നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്യാത്തത് കൊണ്ടാണ് ഇത് സംഭവിച്ചത്, ആ ഒരു രോഗം സ്പ്രെഡ് ആയത്. അപ്പോ IPDയില് എങ്ങനെ, അതായത് ബ്ലഡിലൂടെയോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡിലൂടെയോ എക്സ്പോഷർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ റേഷ്യോ നോക്കുന്നുണ്ട്. രണ്ടാമത്തത് OPD ഇൻസിഡൻസ് ഓഫ് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ് എക്സ്പോഷർ. അതുപോലെ തന്നെ OPDയിൽ നിന്ന്, IPDയിൽ മാത്രമല്ല OPDയില് ഇതുമൂലം അതായത് ആളുകളൊക്കെ വരുമ്പോൾ ആളുകളുടെ എന്താ പറയാ ഫ്ലൂയിഡിലൂടെയോ അല്ലെങ്കിൽ ബ്ലഡിലൂടെയോ ഒക്കെ മറ്റാളുകളിലേക്കും ഇത് പകരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതിന്റെയും റേഷ്യോ നോക്കി കാണുന്നുണ്ട്. IPD ഇൻസിഡൻസ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ്. അതുപോലെ തന്നെ IPDയില് ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് എന്താണ്, കുത്തിവെക്കുമ്പോൾ അല്ലെങ്കിൽ നീഡിൽ കാനുവൽ ഇടുമ്പോഴേക്ക് സൂചിയോ അല്ലെങ്കിൽ ബ്ലഡോ എന്താണ് തെറിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോ IPDയില് എത്രമാത്രം നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് ഉണ്ടാവുന്നുള്ള റേഷ്യോ നോക്കുന്നുണ്ട്. OPD ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ്, OPDയിൽ എത്രമാത്രം ഇങ്ങനെയുള്ള നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് ഉണ്ടാവുന്നുണ്ടെന്ന റേഷ്യോ കൂടി നോക്കുന്നുണ്ട്. ഇൻസിഡൻസ് ഓഫ് ഫോൾസ്, അതായത് ആളുകള് ഫോൾസ് എന്ന് പറഞ്ഞാല് ഇപ്പൊ പേഷ്യന്റ് വീഴുക എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അതായത് അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യന്റ് ആണെങ്കിലും അല്ലെങ്കിൽ OPDയിൽ വരുന്ന പേഷ്യന്റ് ആണെങ്കിലും ചിലപ്പോൾ അവർക്ക് ബാലൻസ് കിട്ടാത്തത് മൂലം വീഴുകയോ അല്ലെങ്കിൽ വാഷ്റൂമിലൊക്കെ പോകുമ്പോൾ തെന്നി വീഴുകയോ അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിന്റെ റേഷ്യോ കൂടി ഇവിടെ നോക്കുന്നുണ്ട്. Incidence of hospital associated ulcers after admission, bed sore per 1000 patient days. അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് ബെഡ് സോറുമായി ബന്ധപ്പെട്ട ദീർഘകാലം ബെഡിൽ കിടക്കുന്ന പേഷ്യന്റ് ആണെങ്കിൽ അവർക്ക് ബെഡ് സോർസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഒരു ദിവസം 1000 പേഷ്യന്റ് എടുത്തു കഴിഞ്ഞാല് അതിനകത്ത് എത്ര പേഷ്യന്റിന് ഇങ്ങനെ ബെഡ് സോർ ഉണ്ടാവുന്നുണ്ട് എന്നതിന്റെ റേഷ്യോ നോക്കാറുണ്ട്. കത്തീറ്റർ അസോസിയേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ റേറ്റ് അതും പറഞ്ഞതാണ്. എന്താണ്, അതായത് യൂറിൻ എന്താണ് എന്തെങ്കിലും സർജറി കഴിഞ്ഞ പേഷ്യൻസ് ആണെങ്കിൽ യൂറിൻ പാസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോ അവർക്ക് വേണ്ടിയിട്ട് ഒരു ബാഗ് ഇടും, അതിലാണ് യൂറിൻ സ്റ്റോറേജ് ചെയ്യുന്നത്. ഇനി അതിലൂടെ ആ ട്യൂബിലൂടെ, അതായത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ യൂറിൻ ബാഗിലൂടെ എന്ത് ചെയ്യാം, ട്യൂബിലൂടെ അണുക്കള് നേരിട്ട് ആളുടെ ശരീരത്തിലോട്ട് സ്പ്രെഡ് ചെയ്യാം. അപ്പൊ അങ്ങനെയും എന്തുണ്ടാവാറുണ്ട്, ഇൻഫെക്ഷൻസ് ഉണ്ടാവാറുണ്ട്. അതിന്റെ റേറ്റ് നോക്കുന്നുണ്ട്. വെന്റിലേറ്റർ റിലേറ്റഡ് ന്യൂമോണിയ റേറ്റ് നേരത്തെ പറഞ്ഞാണ്, കഫ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് വെന്റിലേറ്ററിൽ ആകുന്ന പേഷ്യൻസിന്, അപ്പൊ ന്യൂമോണിയ വരാം. അതിന്റെ റേഷ്യോ. സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ, അതായത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നതിലൂടെയുള്ള ഇൻഫെക്ഷൻസ് വരാം. ലാസ്റ്റ് വൺ, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ്. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് സർജറി ചെയ്യുമ്പോൾ, അതായത് സർജറി ചെയ്ത പാർട്ട് പഴുക്കുന്നതിനെയാണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ സർജറി ചെയ്യുമ്പോൾ തുന്നലൊക്കെ വിട്ടിട്ടോ അല്ലെങ്കിൽ ആ പാർട്ട് എന്താ പറയാ, ഓപ്പൺ സർജറി ആണെങ്കിൽ ആ പാർട്ട് പഴുക്കാനുള്ള ഇടയിൽ, കീഹോളല്ലാട്ട് ഞാൻ പറയുന്നത്, കീഹോളിനൊന്നും ബാധകമല്ല. ഓപ്പൺ സർജറി ആണെങ്കിൽ എന്താ പറയാ, ആ ഒരു ഭാഗം ഏത് പാർട്ടിലാണ് നമ്മുടെ സർജറി ചെയ്തത് ആ ഒരു ഭാഗം പഴുക്കാനായിട്ട് ഇടയുണ്ട്, അല്ലെങ്കിൽ അതിന്റെ തുന്നലോ സ്റ്റിച്ചുകളൊക്കെ എന്തെങ്കിലും ഇടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. എത്ര പേഷ്യൻസിന് ഇങ്ങനെ ഉണ്ടാവാറുണ്ട് എന്നുള്ളതിന്റെ ഒരു റേഷ്യോ നോക്കും. ക്ലിയർ ആണോ? ഇവിടം വരെ എടുത്തത് ക്ലിയർ ആണോ? കുറച്ച് ബോറടിയാണ്, എന്നാലും നമുക്കിത് കേട്ടിരുന്നേ നിർവാഹമുള്ളൂ കേട്ടോ. ക്ലിയർ ആണോ?
ഇനി നോക്കിയാൽ നിങ്ങൾ ICU എമർജൻസി, ICUയിൽ അല്ലെങ്കിൽ എമർജൻസി റൂമിൽ നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ആണ്. എന്ത് ICUയിലെ നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ആണ് ഈ കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. ടൈം ഫോർ ഇനീഷ്യൽ ഇവാലുവേഷൻ ഓഫ് എമർജൻസി പേഷ്യന്റ്, അതായത് എത്ര സമയം എടുത്തിട്ടാണ് എമർജൻസി പേഷ്യന്റിന് വേണ്ടിയിട്ടുള്ള ഇനീഷ്യൽ ഇവാലുവേഷൻ അവർ തീർക്കുന്നത്. അതായത് എമർജൻസി ആയിട്ട് ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഇവാലുവേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പൾസ് റേറ്റ് നോക്കാനും അദ്ദേഹത്തിന്റെ BP നോക്കാനൊക്കെ എത്ര സമയം എടുക്കുന്നുണ്ട് എന്നതിന്റെ റേഷ്യോ. Then return to the emergency department within 72 hours with similar presenting complaints. അതായത് ഒരു പേഷ്യന്റിനെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ പേഷ്യന്റിനെ 72 മണിക്കൂർ കഴിഞ്ഞിട്ട്, അതായത് 72 മണിക്കൂറിനുള്ളിൽ ആ പേഷ്യന്റിനെ വേറെ എവിടേക്കെങ്കിലും ഷിഫ്റ്റ് ആകുന്നുണ്ടെങ്കിൽ അതിന്റെ റേറ്റ് നോക്കുന്നുണ്ട്. ഇപ്പോ ഫോർ എക്സാമ്പിൾ ചില പേഷ്യൻസ് ഇപ്പൊ ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചായിരിക്കാം വരുന്നത്. അവര് വരുന്ന ഒരു കണ്ടീഷനിൽ തന്നെയായിരിക്കും ചിലപ്പോൾ 72 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ ആണെങ്കിൽ ആ പേഷ്യന്റ് എന്ത് ചെയ്യും, എത്ര പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യാനാണ് നോക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ എത്ര പേര് അവിടെ നിന്ന് ഷിഫ്റ്റ് ആവുന്നുണ്ട് എന്നതിന്റെ റേഷ്യോ നോക്കി കാണുന്നുണ്ട്. Then re-intubation rate. Re-intubation was defined as intubation after extubation of a patient who had been initially trachea intubated under general anesthesia or combined general and regional anesthesia. നമ്മൾ അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്ത് പേഷ്യന്റ് വെന്റിലേറ്ററിൽ വയ്ക്കും അല്ലെ, വെന്റിലേഷനിലായിരിക്കും പേഷ്യന്റ് ഉണ്ടാവുക അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്ത്. ദാറ്റ് മീൻസ് അനസ്തേഷ്യക്ക് ശേഷം, കാരണം പ്രോപ്പറായിട്ട് രോഗിക്ക് ശ്വസിക്കാനൊന്നും പറ്റില്ല, അതുകൊണ്ട് തന്നെ വെന്റിലേറ്ററിലായിരിക്കും വെക്കുക. ഇങ്ങനെ വെന്റിലേറ്ററിൽ വെച്ചതിന് ശേഷം, അതായത് ചിലപ്പോൾ സർജറി ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ റിമൂവ് ചെയ്തതിന് ശേഷം, അതായത് പേഷ്യന്റ് ഒന്ന് റിക്കവർ ആകുമ്പോഴാണ് ആ വെന്റിലേറ്ററിൽ റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ചിലപ്പോൾ പേഷ്യന്റെ കണ്ടീഷൻ ക്രിട്ടിക്കൽ ആകാം. ഇങ്ങനെ ക്രിട്ടിക്കൽ ആകുമ്പോൾ വീണ്ടും ആ പേഷ്യന്റ് എന്ത് ചെയ്യുന്നുണ്ട്, വെന്റിലേറ്ററിൽ വെക്കുന്നുണ്ട്. അതിനെ നമുക്ക് എന്ത് പറയാം, റീഇൻക്യുബേഷൻ എന്ന് പറയാം കേട്ടോ. ഇവിടെ പറയുന്നുണ്ട് ഇൻക്യുബേഷൻ ആഫ്റ്റർ എക്സ്ട്യൂബേഷൻ, അതാണ് റീഇൻക്യുബേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എക്സ്ട്യൂബേഷൻ എന്ന് പറഞ്ഞാൽ വെന്റിലേറ്ററിൽ നിന്ന് നീക്കം ചെയ്യാം, നീക്കം ചെയ്തതിന് ശേഷം വീണ്ടും ഇൻക്യുബേഷൻ ചെയ്യുക, അതായത് വെന്റിലേറ്ററിൽ വീണ്ടും ആളെ ആക്കുക. ദാറ്റ് മീൻസ് റീഇൻക്യുബേഷൻ. ഓക്കെ, അതായത് നമ്മളിപ്പോ മൂവിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, മാസ്ക് വെക്കുമല്ലോ, ഓക്സിജന്റെ മാസ്ക് അങ്ങനെ വെക്കുമല്ലോ. അപ്പോ അങ്ങനെ അത് വെക്കുമ്പോൾ നല്ല രീതിയിൽ ശ്വസിക്കാനായിട്ട് സാധിക്കും. ഒന്ന് റിക്കവർ ആകുമ്പോൾ നമ്മളത് വീണ്ടും മാറ്റും. പക്ഷെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ ആൾക്ക് ശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ട് വീണ്ടും വന്നെന്ന് വരാം. നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, ആ മാസ്ക് വെക്കും. അതിനെയാണ് എന്ത് പറയാം, റീഇൻക്യുബേഷൻ എന്ന് പറയാം. ക്ലിയർ ആണോ? മനസ്സിലായോ? റീഇൻക്യുബേഷൻ മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഓക്കെ. നമുക്ക് അടുത്തത് നോക്കാം. ഓപ്പറേഷൻ തിയേറ്ററിൽ അനസ്തേഷ്യ, നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ആണ് നോക്കുന്നത്. ഓപ്പറേഷൻ തിയേറ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കാം. അവിടെ പെർസെന്റേജ് മോഡിഫിക്കേഷൻ ഓഫ് അനസ്തേഷ്യ പ്ലാൻ, അതായത് അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മോഡിഫിക്കേഷൻ ഉണ്ടെങ്കിൽ, അതായത് അനസ്തേഷ്യ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മോഡിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ റേഷ്യോ നോക്കുന്നുണ്ട്. Then percentage of unplanned ventilation following anesthesia, അതുപോലെ തന്നെ അൺപ്ലാൻഡ് ആയിട്ട്, അതായത് കാലേക്കൂട്ടി നിശ്ചയിക്കാതെ തന്നെ വെന്റിലേഷൻ, അതായത് അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ട് പേഷ്യന്റിനെ വെന്റിലേഷൻ ഇട്ട് കഴിഞ്ഞാല് എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ അൺപ്ലാനഡ് ആയിട്ട് വെന്റിലേഷനിലാകുന്ന പേഷ്യന്റിന് എന്തൊക്കെ റിയാക്ഷൻസ് ഉണ്ടാകാം, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ് പെർസെന്റേജ് ഓഫ് അൺഫേവറബിൾ അനസ്തേഷ്യ ഇവന്റ്സ്. ചില പേഷ്യന്റിന് നമ്മള് അനസ്തേഷ്യ കൊടുത്തു കഴിഞ്ഞാൽ അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനിലായിരിക്കും ആളുണ്ടാവുക. ഒരു സിനിമയുണ്ട്, വിജയന്റെ ഒരു സിനിമ എമേഴ്സൽ എന്ന് പറയുക സിനിമ. അതിൽ അദ്ദേഹത്തിന്റെ വൈഫിന് അതിനകത്ത് നിങ്ങൾ കാണാം, അതിനകത്തെ ഓപ്പോസിറ്റ് ക്യാരക്ടർ അനസ്തേഷ്യ കൊടുക്കും. നിങ്ങൾ കണ്ടിട്ടില്ലേ സിനിമ? കണ്ടിട്ടില്ലേ? മെർസൽ ആരും കണ്ടിട്ടില്ലേ? മെർസൽ തന്നെയല്ലേ അതിന്റെ പേര്? പേര് കറക്റ്റ് അറിയില്ല കേട്ടോ.
അനസ്തേഷ്യ കൊടുക്കുമ്പോൾ അവിടെ അതായത് ആക്ട്രസ് കാണിക്കുന്ന ഒരു റിയാക്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ്. എന്തൊക്കെയാണ് അവരെ കാണിച്ചു കൂട്ടുന്നത്, അതിനെയാണ് അൺഫേവറബിൾ അനസ്തേഷ്യ ഇവന്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് പേഷ്യന്റിന്റെ ബോഡി ഓപ്പോസിറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നതാണ് എന്ത്, അനസ്തേഷ്യ കൊടുത്തതിന് ശേഷം. പല കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാവുക അല്ലെ, അതായത് ചിലപ്പോൾ അനസ്തേഷ്യ ഡോസ് കൂടിപ്പോയത് കൊണ്ടോ അല്ലെങ്കിൽ പേഷ്യന്റ് കണ്ടീഷൻ നോക്കാതെ നമ്മൾ അനസ്തേഷ്യ കൊടുക്കുന്നതുകൊണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഇങ്ങനെയുള്ള ഇവന്റുകൾ ഉണ്ടാവും. അപ്പൊ അതിന്റെ റേഷ്യോ നോക്കാറുണ്ട്. അനസ്തേഷ്യ റിലേറ്റഡ് മോർട്ടാലിറ്റി റേറ്റ്, അനസ്തേഷ്യ കൊടുക്കുന്നത് മൂലം എത്ര പേര് മരിക്കുന്നുണ്ട്. റീസെന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷമാണെന്ന് അറിയില്ല, കഴിഞ്ഞ വർഷം അതിന്റെ മുമ്പത്തെ വർഷം 2022 തോന്നുന്നു, അനസ്തേഷ്യ കൊടുത്തിട്ട് ആലപ്പുഴയില് ഒരു ഗർഭിണി മരിക്കുകയുണ്ടായി. അനസ്തേഷ്യയുടെ ഡോസ് കൂടിപ്പോയത് കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഇവന്റ്സ് ഒക്കെ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ആശുപത്രികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വല്ലപ്പോഴും സംഭവിക്കാറുണ്ട്. അപ്പൊ അതിന്റെ റേഷ്യോ നോക്കുന്നുണ്ട് കേട്ടോ. അതാണ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. പെർസെന്റേജ് ഓഫ് അൺപ്ലാനഡ് റിട്ടേൺ ടു OT, അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോകുന്ന പേഷ്യൻസിൽ എത്ര പേര് തിരിച്ചു വരുന്നുണ്ട്, അതായത് ഓപ്പറേഷൻ ചെയ്യാതെ എത്ര പേരെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട് എന്നതിന്റെ റേഷ്യോ നോക്കാറുണ്ട്. സിക്സ്ത് വൺ, പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ്. റീഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാല് ഇപ്പൊ സർജറി, ഇപ്പൊ ഇന്നാണ് സർജറി പറയുന്നതെങ്കിൽ പിന്നെ ഒരു ദിവസത്തേക്ക് എന്ത് ചെയ്യുക, സർജറി മാറ്റി വെക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ് എന്ന് പറയുന്നത്. Okay, then percentage of cases where the organization procedures to avert hostile events like the wrong site, wrong patient and wrong surgery has been adhered to. അതുപോലെ തന്നെ പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ആയിരിക്കും കൊണ്ടുപോകുന്നത്, പക്ഷെ ഓപ്പറേഷൻ തിയേറ്ററിന് പകരം മറ്റു പല റൂമുകളിൽ കൊണ്ടുപോവുക, അതാണ് റോങ് സൈറ്റ്. അതുപോലെ റോങ് പേഷ്യന്റിനെ തമ്മിൽ മാറിപ്പോവുക. ഇപ്പൊ ദിവാകരൻ എന്ന് പറയുന്ന പേഷ്യന്റിനെ ആയിരിക്കും കൊണ്ടുപോകുന്നത്, പക്ഷെ വേറെ അതിന് പകരം ചിലപ്പോ എന്താ പറയാ വേറൊരു പേഷ്യന്റെ പേരായിരിക്കാം ചിലപ്പോ, അല്ലെങ്കിൽ ആ പേഷ്യന്റിനെ മാറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം. ദെൻ റോങ് സർജറി, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, അതായത് തലയുടെ ഭാഗത്തായിരിക്കും ചിലപ്പോൾ സർജറി ചെയ്യേണ്ടത്, അതിന് പകരം വയറിന്റെ ഭാഗത്തായിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയും എന്തുണ്ടാവാം, ഇൻസിഡൻസ് ഉണ്ടാകാം. ഓക്കെ, then eighth point, percentage of cases who received suitable prophylactic antibiotics within the specified time frame. അതുപോലെ തന്നെ എത്ര പേര് അതായത് മെഡിക്കേഷൻസ് സ്വീകരിക്കുന്നുണ്ട്, അതായത് ഒരു ഓപ്പറേഷൻ ഒക്കെ മുമ്പായിട്ട് ധാരാളം ആളുകളിൽ ചില മരുന്നുകൾ നമുക്ക് കുത്തിവെക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ കുത്തിവെച്ചാൽ മാത്രമാണ് പ്രോപ്പർ ആയിട്ട് ആ സർജറി എന്താ പറയുക സക്സസ് ആവുള്ളൂ. അപ്പൊ എങ്ങനെയുള്ള, അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് കറക്റ്റ് ആയിട്ട് സർജറിക്ക് മുമ്പ് മരുന്നുകൾ കഴിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻസ് ഒക്കെ എടുക്കുന്നുണ്ടോ എന്ന് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാണ്, അതിന്റെ റേഷ്യോ നോക്കാറുണ്ട്. Then percentage of cases in which the planned surgery is altered intraoperatively. അതായത് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. Percentage of cases in which the planned surgery is altered intraoperatively. അതായത് സർജറി നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ സർജറി മാറ്റിവെക്കുക. ഓക്കെ, സർജറി നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ എന്താണ്, എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് സർജറി മാറ്റിവെക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഈ ഒരു ഇത് പറയുന്നത് കേട്ടോ, ആൾട്ടേർഡ് എന്ന് പറയുന്നത് കേട്ടോ. പ്ലാനഡ് സർജറീസ് ആൾട്ടേർഡ് ഇൻട്രാഓപ്പറേറ്റീവ്ലി എന്ന് പറയുന്നത്. ഓക്കെ, 10th പോയിന്റ്, റീ എക്സ്പ്ലോറേഷൻ റേറ്റ്. അതായത് സർജറി ചെയ്ത ഭാഗം വീണ്ടും സർജറിക്ക് വിധേയമാക്കുക. നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മളിപ്പോ ന്യൂസുകളിലും അതുപോലെ തന്നെ എന്താ പറയാ ടിവിയിലൊക്കെ കാണുന്ന ഒരു വാർത്തയാണ്. അതായത് സർജറി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏത് പാർട്ടിലാണോ അദ്ദേഹത്തിന് രോഗം ഉണ്ടാകുന്നത് ആ ഒരു പാർട്ടിലായിരിക്കും നമ്മൾ സർജറി ചെയ്യുന്നത്. സർജറി ചെയ്യുന്നതിന്റെ ഇടയിലായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും കത്രികയോ അല്ലെങ്കിൽ കത്തിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം ചിലപ്പോ സർജറി ചെയ്യുന്ന ആ ഭാഗത്ത് കുടുങ്ങി പോവുകയും അത് ഇവര് തുന്നിക്കെട്ടുകയും പിന്നീട് പേഷ്യന്റ് അമിതമായിട്ടുള്ള വേദന ഉണ്ടാകുമ്പോഴായിരിക്കും ചിലപ്പോൾ എക്സ്റേ എടുക്കുന്നത്. എക്സ്റേ എടുത്തിട്ടായിരിക്കാം ചിലപ്പോൾ ഇത് കാണുന്നത്. ചിലപ്പോൾ ഒരു കത്രിക എടുത്തിരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു നൈഫ് ഇരിക്കുന്നതായിരിക്കാം. അങ്ങനെയുള്ള കേസുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോ ആ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ പാർട്ട് എന്ത് ചെയ്യാണ്, വീണ്ടും സർജറിക്ക് വിധേയമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഇങ്ങനെയുള്ള കേസുകളും ഉണ്ടാവാറുണ്ട്.
Then OT utilization rate, അതായത് OT-യിൽ എത്ര പേരുടെ സർജറി ഒരു ദിവസം നടക്കുന്നുണ്ട്. 1000 പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ അതിൽ എത്ര പേഷ്യൻസിനെയാണ് OT-യുടെ സർജറിക്കായിട്ട് വിധേയമാക്കുക എന്നതിനുള്ള ഒരു റേറ്റ് അല്ലെങ്കിൽ റേഷ്യോ ഇവിടെ നോക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് ലാബ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കിയെന്ന് നമുക്ക് നോക്കാം. ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ് ആണ് ഇത് ഇവാലുവേറ്റ് ചെയ്യുക. ഫസ്റ്റ് വൺ, നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ് 1000 ഇൻവെസ്റ്റിഗേഷൻ, അതായത് 1000 രോഗികളുടെ ഇൻവെസ്റ്റിഗേഷൻസ് എടുത്തു കഴിഞ്ഞാൽ 1000 ഇൻവെസ്റ്റിഗേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് റിപ്പോർട്ടുകളിൽ എത്രമാത്രം പിശകുണ്ട് എന്നതിന്റെ റേഷ്യോ നോക്കുന്നുണ്ട്. റേറ്റ് ഓഫ് റീഡോസ്, അതായത് ചില നമ്മുടെ ലബോറട്ടറികളിൽ ടെസ്റ്റുകൾ ചെയ്യും അല്ലെ, അതുപോലെ തന്നെ ചില പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യും. ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നതാണ് റീഡോസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, അതായത് നമ്മള് ലബോറട്ടറികളിൽ ചെല്ലുമ്പോൾ ഒരു ടെസ്റ്റ് നമ്മൾ നടത്തി കഴിഞ്ഞാല് വീണ്ടും ചിലപ്പോ അവര് പറയും ഒന്നും കൂടി ടെസ്റ്റ് നടത്തേണ്ടതായിട്ടൊന്നും അങ്ങനെ പറയാറുണ്ട് അല്ലെ. ഫോർ എക്സാമ്പിൾ, ഇപ്പോ നമ്മള് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇരിക്കുകയാണ്. ആദ്യം അവര് ബ്ലഡ് എടുത്തു, അപ്പോ അവരത് ടെസ്റ്റ് ട്യൂബിൽ ഇട്ടപ്പോൾ ചിലപ്പോൾ അതിന്റെ ക്വാണ്ടിറ്റി കുറവുള്ളത് കാരണം, അതായത് ബ്ലഡിന്റെ ക്വാണ്ടിറ്റി കുറവുള്ളത് കാരണം വീണ്ടും നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കാറുണ്ട്, ബ്ലഡ് എടുക്കാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ തന്നെ പ്രശ്നം കൊണ്ട് കിട്ടാത്തതായിട്ടും വരാറുണ്ട്. വെയിൻ കിട്ടാത്ത കേസുകൾക്ക് അല്ലെ, ഞരമ്പ് കിട്ടാത്ത കേസുകളിലൊക്കെ ബ്ലഡ് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവാം. അപ്പൊ ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ എക്സ്റേ എടുക്കുന്ന സ്ഥലത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ പൊസിഷൻ കറക്റ്റ് അല്ലെങ്കിൽ എക്സ്റേ കറക്റ്റ് ആയിട്ട് കിട്ടണമെന്നില്ല. അപ്പൊ അതെന്താ ചെയ്യാ, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. അതിനെയാണ് എന്ത് പറയുന്നത്, റേറ്റ് ഓഫ് റീഡോസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, എഴുതിയെടുക്കുന്നുണ്ടോ ഇതൊക്കെ, അല്ലെങ്കിൽ ഉറങ്ങുവാണോ എഴുതുന്നുണ്ടോ? Then percentage of laboratory reports correlating with the clinical diagnosis. അതുപോലെ തന്നെ ലബോറട്ടറി റിപ്പോർട്ടും ഡോക്ടറുടെ ക്ലിനിക്കൽ ഡയഗ്നോസിസും തമ്മിൽ കോർഡിനേറ്റ് ആവുന്നുണ്ട് അല്ലെങ്കിൽ റിലേറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട്, ബന്ധമുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. ഇപ്പൊ ഡോക്ടർ എന്താ പറയാ, ഡോക്ടർ ഒരു നിഗമനത്തിൽ എത്തിയിട്ടുണ്ടാവും, ആൾക്ക് ഈ രോഗമാണെന്നുള്ള നിഗമനത്തിൽ ഡോക്ടർ എത്തിയിട്ടുണ്ടാകും. എന്നാൽ അത് ക്ലിനിക്കൽ റിപ്പോർട്ടുമായിട്ട് കൊറിലേറ്റ് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്, അതിന്റെ റേഷ്യോ നോക്കാറുണ്ട്. Then fourth one, percentage of adherence to safety precautions by employees working diagnosis. അതുപോലെ തന്നെ ഈ ലാബിൽ ജോലി എടുക്കുന്ന സ്റ്റാഫുകള് എത്ര പേര് സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കുന്നുണ്ട്, അതിന്റെ റേഷ്യോ നോക്കി കാണാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫാർമസിയിലേക്ക് പോവാൻ. നമുക്ക് ഫാർമസിയിലെ ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ആണ് ഇത് ഇവാലുവേറ്റ് ചെയ്യുക. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാല് പ്രിസ്ക്രിപ്ഷൻ എറർ നോക്കുന്നുണ്ട്. പ്രിസ്ക്രിപ്ഷൻ എറർ എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സ് തരുന്ന പ്രിസ്ക്രിപ്ഷൻ എന്തെങ്കിലും എറർ ഉണ്ടോ എന്ന് നോക്കുന്നു. രണ്ടാമത്തത് ഡിസ്പെൻസിങ് എറർ ആണ്. ഡിസ്പെൻസിങ് എറർ എന്ന് പറഞ്ഞാല് അതായത് റോങ് ആയിട്ടുള്ള മെഡിക്കേഷൻസ്, അതുപോലെ തന്നെ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഡോസേജ്, അതുപോലെ റോങ് പേഷ്യന്റ്, ഇതിനെയാണ് എന്ത് പറയാ, ഡിസ്പെൻസിങ് എറർ എന്ന് പറയാ. മീൻസ് അതായത് തെറ്റായിട്ടുള്ള മെഡിക്കേഷൻ ഡോക്ടർ എഴുതി കൊടുക്കുക, അതുപോലെ തന്നെ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഡോസേജ് ഫാർമസിസ്റ്റ് കൊടുക്കുക, ദെൻ അതുപോലെ തന്നെ തെറ്റായിട്ടുള്ള പേഷ്യന്റിലേക്ക് ഇത് കൈമാറുക എന്നുള്ളതിനെയാണ് ഡിസ്പെൻസിങ് എന്ന് പറയുന്നത്. നമ്മൾക്കറിയാം, നമ്മൾ ഫാർമസിയിൽ നിന്ന് മരുന്നൊക്കെ മേടിക്കുമ്പോൾ അവര് ചിലപ്പോൾ നമുക്ക് ഡോസേജ് ചിലപ്പോൾ 1 വീതം 2 നേരം എന്നുള്ളതായിരിക്കാം കറക്റ്റ് ആയിട്ട് വരിക. ചിലപ്പോൾ അവര് ചിലപ്പോൾ 1 വീതം 3 നേരം എന്നൊക്കെ നമുക്ക് ആ ഒരു ഇതിൽ എഴുതി തരുന്നതായിരിക്കും. അതൊക്കെ എന്താണ്, തെറ്റായിട്ടാണ് വരുന്നത്. പിന്നെ അര വീതമുള്ള ഗുളികയാണെങ്കിൽ ചിലപ്പോൾ 1 വീതം എന്നായിരിക്കും എഴുതുക. അങ്ങനെയുള്ള ഇൻകറക്റ്റ് ആയിട്ടുള്ള ഡോസേജും കാര്യങ്ങളൊക്കെ ഇവര് വരുത്തുന്നതിനെ നമുക്ക് ഡിസ്പെൻസിങ് എറർ എന്ന് വിളിക്കാം കേട്ടോ. റോങ് മെഡിക്കേഷൻ, ഇൻകറക്റ്റ് ഡോസേജ്, ദെൻ റോങ് പേഷ്യന്റ്. അതുപോലെ തന്നെ തെറ്റായിട്ടുള്ള ആളുകൾക്കാണ് നമ്മളത് കൊടുക്കുന്നതെങ്കിൽ അതിനെ ഡിസ്പെൻസിങ് എറർ എന്ന് നമുക്ക് വിളിക്കാവുന്നതാണ്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ്, percentage of incidence of hostile drug reaction ADR per 100 discharge that include LAMA, DAMA, abscond and death. ADR എന്ന് പറഞ്ഞാല് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ എന്നാണ് കേട്ടോ. എഴുതിയെടുക്ക, അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ എന്നാണ് ADR എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അതായത് ഇപ്പൊ ലാമ കേസുകൾ ഉണ്ട് അല്ലെ, ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്, ദെൻ ഡാമ, ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്, അതുപോലെ അബ്സ്കോണ്ട് ഒളിച്ചോടി പോകുന്ന പേഷ്യന്റ്, അതുപോലെ ഡെത്ത് ആകുന്ന പേഷ്യന്റ്, ഇവരില് എത്ര പേർക്ക് എന്താ പറയാ ഡ്രഗ് റിയാക്ഷൻ ഉണ്ടായിട്ടുണ്ട്, അതായത് മരുന്നുകൾ അവർക്ക് ഉപയോഗിക്കുമ്പോൾ എത്ര പേർക്ക് അവരുടെ ബോഡി റിയാക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു റേഷ്യോ നോക്കാറുണ്ട്. ഓക്കെ, അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ. ഓക്കെ, നാലാമത്തെ പോയിന്റ്, പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ ചാർട്ട് വിത്ത് എറർ പ്രോൺ അബ്രിവിയേഷൻ. അതായത് തെറ്റായിട്ടുള്ള എന്താ പറയാ പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള എന്താ പറയാ ഹാൻഡ് റൈറ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ഫാർമസിസ്റ്റ് നേരാവണ്ണം ഡോക്ടർ എഴുതിയത് മനസ്സിലാക്കാൻ പറ്റാതെ വരിക, അതിനാണ് പ്രോൺ അബ്രിവിയേഷൻ എന്ന് പറയുന്നത്. Then fifth one, percentage of patient receiving high risk medications developing adverse drug event. അതുപോലെ തന്നെ ചില പേഷ്യൻസിന് നമ്മൾ ഹൈ റിസ്ക് ആയിട്ടുള്ള മെഡിക്കേഷൻ കൊടുക്കും. അതായത് വീര്യം കൂടിയ മരുന്നുകളും അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള റിയാക്ഷൻ ഉണ്ടാക്കുന്ന മരുന്നുകളും കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് അത് പേഷ്യന്റിന് അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ സൃഷ്ടിക്കുന്നതാണ്. അതിന്റെ എന്താ പറയാ ഒരു റേഷ്യോ നോക്കുന്നുണ്ട്. And sixth one, percentage of drug and consumables obtained by local purchase. അതായത് ഹോസ്പിറ്റലുകള് എവിടെ നിന്നാണ് ചിലപ്പോ ലോക്കൽ ആയിട്ടായിരിക്കാം ഹോസ്പിറ്റലുകൾ ഡ്രഗും മറ്റൊക്കെ പർച്ചേസ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല. അതായത് നമ്മൾ ഓപ്പൺ വിപണി പറയാ നമ്മൾ പറയില്ല ഇങ്ങനെ കരിഞ്ചെറുതാന്നൊക്കെ പറയില്ലേ, അതായത് ചീപ്പ് റേറ്റിനൊക്കെ നമുക്ക് എന്താ പറയാ ഇല്ലീഗൽ ആയിട്ട് നമ്മള് ചില കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങാറുണ്ട് അല്ലെ. അപ്പൊ ഹോസ്പിറ്റൽസും അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ചീപ്പ് റേറ്റിനൊക്കെ മരുന്നുകള് അവര് വാങ്ങി വെക്കാറുണ്ട്. അപ്പോ എത്രത്തോളം ഹോസ്പിറ്റൽസിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നതിന്റെ ഒരു റേഷ്യോ അവിടെ നോക്കാറുണ്ട്. Then seventh one, percentage of stock outs including emergency drugs. അതുപോലെ തന്നെ എമർജൻസി ഡ്രഗ്സിന്റെ സ്റ്റോക്ക് ഔട്ടുകൾ തീർന്നിട്ടുണ്ടെങ്കിൽ, അതായത് ശരിക്കും പറഞ്ഞാല് എമർജൻസി ഡ്രഗ്സിന്റെ സ്റ്റോക്ക് തീരാനായിട്ട് പാടുള്ളതല്ല, എന്നാൽ അങ്ങനെ തീരുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അതിന്റെ റേഷ്യോ കൂടി നോക്കാറുണ്ട്. Then percentage of drugs and consumables refused before preparation of GRN. GRN എന്ന് പറഞ്ഞാൽ ഗുഡ് റിസീപ്റ്റ് നോട്ട് ആണ്. അതായത് ഞാനിപ്പോ ഒരു എക്സാമ്പിൾ സഹിതം പറഞ്ഞുതരാം എന്നാലേ മനസ്സിലാവുള്ളൂ. നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ, നിങ്ങളുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. അവിടെ ഇപ്പോഴും എന്താണ് ഡ്രഗ്സും കാര്യങ്ങളൊക്കെ എന്താണ് അതിനൊക്കെ ഓർഡർ കൊടുക്കാറുണ്ട്. അങ്ങനെ ഓർഡർ കൊടുത്തു കഴിയുമ്പോൾ അവർ കൊണ്ടുവരിക ചെയ്യും. അങ്ങനെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഇവർ തരുന്ന ഒരു റെസിപ്റ്റ് ആണ് GRN എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഗുഡ് റെസിപ്റ്റ് നോട്ട്. അതായത് നമ്മളത് സ്വീകരിച്ചു എന്നതിന് തെളിവാണ്. അതായത് അവര് കൊണ്ടുവന്ന ഡ്രഗ്സ് ചിലപ്പോൾ ഒരു വണ്ടിയിലായിരിക്കാം കൊണ്ടുവരുന്നത്. അപ്പൊ അത് നമ്മളത് സ്വീകരിച്ചു എന്നതിന് തെളിവാണ് GRN നമുക്ക് തരുന്നത്. ഇനി ഇത് നമ്മൾ മേടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇത് റിഫ്യൂസ് ചെയ്യാണ്. അതായത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാണെങ്കിൽ നിങ്ങളുടെ അതോറിറ്റി എന്ത് ചെയ്യാണ്, അത് റിഫ്യൂസ് ചെയ്യുന്നു. റിഫ്യൂസ് ചെയ്യാനായിട്ട് പല കാരണങ്ങളുണ്ട്. അതായത് GRN കൈപ്പറ്റുന്നതിന് മുമ്പ് മരുന്നുകൾ വേണ്ട എന്ന് വെക്കുന്നു. ചിലപ്പോ കൊണ്ടുവന്ന മരുന്നുകൾ എന്ന് പറഞ്ഞാൽ ഡാമേജ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ മെഡിസിൻസ് ഇൻകറക്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഓർഡർ ചെയ്ത മരുന്നായിരിക്കില്ല അവർ കൊണ്ടുവരുന്നത്. ഇങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് എന്ത് സംഭവിക്കാം, റെഫ്യൂസൽ നമ്മൾ കൊടുക്കാം. അപ്പോ മരുന്ന് കൊണ്ടുവരുന്നു, ദെൻ അത് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുങ്ങുമ്പോൾ അല്ലെങ്കിൽ ആ റെസിപ്റ്റ് നമ്മുടെ കയ്യിൽ അവർ തരുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിന് റെഫ്യൂസൽ കൊടുക്കുന്നുണ്ട്. അപ്പോ പല രീതിയിലായിരിക്കാം, ഡാമേജ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഓർഡർ തിരിച്ചിട്ടായിരിക്കാം കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ഇൻകറക്റ്റ് ആകാം. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊണ്ടും നമ്മൾ റെഫ്യൂസൽ കൊടുക്കാം. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. Ninth one, percentage of variation from the പ്രൊക്യൂർമെന്റ് പ്രോസസ്. അതായത് എന്താ പറയാ ഈ മരുന്ന് സ്റ്റോറേജുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മരുന്നുകളുടെ സ്റ്റോറേജുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടാണോ സ്റ്റോർ ചെയ്യുന്നത്, അത് കറക്റ്റ് ആയിട്ട് സൂക്ഷിക്കുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ റേഷ്യോ നോക്കുന്നതാണ് പ്രൊക്യൂർമെന്റ് പ്രോസസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി നോക്കിയാൽ നമ്മള് ഫ്രണ്ട് ഓഫീസിലേക്ക് പോവാം. ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ് ആണ് കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ഔട്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ്. അതായത് വരുന്ന പേഷ്യൻസിൽ എത്ര പേര് സാറ്റിസ്ഫൈഡ് ആണ് എന്ന് ചെക്ക് ചെയ്യുന്നു. രണ്ടാമത്തത് വെയിറ്റിംഗ് ടൈം വിത്ത് റിഗാർഡ് ടു ഡോക്ടർ അപ്പോയിന്റ്മെന്റ്. അതായത് ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ട് എന്താണ് എത്ര നേരം പേഷ്യന്റിന് വെയിറ്റ് ചെയ്യേണ്ടി വരും, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുന്നത്. നമുക്ക് നോക്കാം MRD നോക്കാം. MRD എന്ന് പറഞ്ഞാൽ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ് ആണ് ഇവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത്.
ഫസ്റ്റ് 1% ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് വിത്തൗട്ട് ഡിസ്ചാർജ് സമ്മറി. അതായത് ഡിസ്ചാർജ് സമ്മറി ഇല്ലാത്ത എത്ര മെഡിക്കൽ റെക്കോർഡുകൾ ഉണ്ട് അതിന്റെ ഒരു റേഷ്യോ നോക്കുന്നുണ്ട്. രണ്ടാമത്തത് പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് നോട്ട് ഹാവിംഗ് ICD കോഡിംഗ്. അതായത് ICD കോഡിംഗ് എന്ന് പറഞ്ഞാല് ചില മരുന്നുകൾക്ക് ചില കോഡുകൾ ഉപയോഗിക്കുന്നുണ്ടാവും പ്രോപ്പറായിട്ട്. ഇത് അഡ്രിനാലിൻ എന്ന് പറയുന്ന മരുന്ന്, ആ മരുന്ന് അഡ്രിനാലിൻ ആയിരിക്കില്ല അവിടെ എഴുതുന്ന, അതിനൊരു കോഡ് ഉണ്ടാവും പ്രത്യേകം. അതിനെയാണ് ICD കോഡിംഗ് എന്ന് പറയുന്നത്. മെഡിക്കൽ റെക്കോർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കോഡാണ്. ആ കോഡ് ഇല്ലാതെ എത്ര മെഡിക്കൽ റെക്കോർഡുകൾ ഹോസ്പിറ്റലുകളിൽ നിലവിലുണ്ടെന്നാണ് അത് നോക്കുന്നത്. മൂന്നാമത്തത് പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ഹാവിംഗ് ഇംപെർഫെക്റ്റ് ആൻഡ് ഇംപ്രോപ്പർ കൺസെന്റ്. ഇനി ചില മെഡിക്കൽ റെക്കോർഡുകളിലാണെങ്കിൽ കൺസെന്റ് ഉണ്ടാവില്ല, ചിലത് ഇംപെർഫെക്റ്റ് ആയിരിക്കുള്ളൂ, അപ്പൊ അതിന്റെ പെർസെന്റേജ് നോക്കുന്നുണ്ട്. പെർസെന്റേജ് ഓഫ് മിസ്സിംഗ് റെക്കോർഡുകൾ, അതായത് എത്ര മെഡിക്കൽ റെക്കോർഡ് മിസ് ആയിട്ടുണ്ട് എന്നത് കൂടി എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ നോക്കി കാണുന്നുണ്ട്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇത്ര പേരെടുത്തത് ക്ലിയർ ആണോ? സ്പീഡ് കൂടുന്നുണ്ടോ? ICD കോഡിംഗ് മനസ്സിലായില്ലേ? ICD കോഡിംഗ് എന്താണ്? മെഡിക്കൽ റെക്കോർഡില് കോഡുകൾ ഉപയോഗിച്ചിട്ടാണ് ഡ്രഗ്സിന്റെ പേര് എഴുതുന്നത്. അപ്പൊ അതുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. ദെൻ അതുപോലെ തന്നെ എത്ര മെഡിക്കൽ റെക്കോർഡുകൾ ഇംപെർഫെക്റ്റ് ആണ് അല്ലെങ്കിൽ ഇംപ്രോപ്പർ, അതായത് പ്രോപ്പർ ആയിട്ട് കൺസെന്റ് ഇല്ലാതെ എത്ര മെഡിക്കൽ റെക്കോർഡുകൾ ഉണ്ട് എന്നത് നോക്കി കാണുന്നുണ്ട്. അതുപോലെ തന്നെ എത്ര മെഡിക്കൽ റെക്കോർഡ് മിസ് ആയിട്ടുണ്ട് അതിന്റെ റേഷ്യോ കൂടി ഇവിടെ നോക്കുന്നു. അപ്പൊ ക്ലിയർ ആണോ? ഇപ്പൊ മനസ്സിലായോ? എന്തെങ്കിലും മനസ്സിലാവാതുണ്ടെങ്കിൽ പറയാം. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, നിങ്ങൾ മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിക്കും, ഞാൻ അങ്ങനെ ടൈം തരാം. അതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാബിന്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാബിന്റെ ഒരു കാര്യത്തിൽ ഞാനൊരു പ്രത്യേക കാര്യം നമുക്ക് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. വിട്ടുപോയെന്ന് പറഞ്ഞാല് നമ്മുടെ PDF-ലുള്ള നോട്ടുമായി ബന്ധപ്പെട്ടതല്ല, കുറച്ച് കാര്യങ്ങൾ ജനറൽ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് തോന്നി. ഞാൻ മുമ്പേ തുടങ്ങിയുള്ള കുട്ടികൾക്ക് ഇത് കൊടുക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ വന്ന് കേട്ടിരിക്കാം, എഴുതിയൊന്നും എടുക്കണമെന്നില്ല കേട്ടാ. നാബ് റിലേറ്റഡ് ആയിട്ടുള്ള ചില ഫാക്ട്സ് ആണ് പറയാൻ പോകുന്നത്. നാബ് എന്ന് പറഞ്ഞാല് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. 2005-ലാണ് ഫോം ചെയ്തത്. ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അണ്ടറിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയില് എന്താ പറയാ എല്ലാ ഹോസ്പിറ്റലുകൾക്കും അതുപോലെ തന്നെ ഹെൽത്ത് കെയർ പ്രൊവൈഡർമാർക്കും അക്രഡിറ്റേഷൻ കൊടുക്കുന്നത് നാബാണെന്ന് പറഞ്ഞു. ഇനി ഇന്ത്യയിൽ തന്നെ 860 ഹോസ്പിറ്റലിനാണ് നാബ് അക്രഡിറ്റേഷൻ ഉള്ളത് കേട്ടോ. 860. ഇത് ഇപ്പോഴത്തെ റിപ്പോർട്ട് അനുസരിച്ചല്ല, ഇതിൽ മാറ്റം വരാം. അടുത്ത വർഷം നാബിന്റെ പുതിയ എഡിഷൻ ഇറങ്ങുമ്പോൾ അതിനകത്ത് പുതിയ എന്താ പറയാ എണ്ണമായിരിക്കും ഉണ്ടായിരിക്കുക. ഇത് നമ്മുടെ 2022 അല്ലെങ്കിൽ 2020-22 കണക്ക് പ്രകാരമാണ് ഞാൻ ഈ പറയുന്നത്. 860 ഹോസ്പിറ്റലിന് എന്ത് കൊടുത്തിട്ടുണ്ട്? നാബ് അക്രഡിറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 53 ഹോസ്പിറ്റലുകൾക്കാണ് കേരളത്തില് ഈ ഒരു നാബ് അക്രഡിറ്റേഷൻ ഉള്ളത്. അതിനകത്ത് 5 മെഡിക്കൽ കോളേജുകളുണ്ട്. ഒന്ന് അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തൃശ്ശൂര്, 2 ബിലൈവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല കേരള, 3 മലബാർ കോളേജ് ഓഫ് മെഡിക്കൽ സയൻസ് കോഴിക്കോട്, നാലാമത്തത് ദാസ് വയനാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ കോളേജ് വയനാട്, അതുപോലെ തന്നെ ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് വയനാട്. ഇത്രയും മെഡിക്കൽ കോളേജുകൾക്ക് നാബ് അക്രഡിറ്റേഷൻ ഉണ്ട്. ഇനി അതുപോലെ തന്നെ നാബ് അക്രഡിറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് നമ്മുടെ കേരളത്തിലുണ്ട്. അതിന്റെ കുറച്ച് പേര് പറയാം. മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കാലിക്കറ്റ്, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തിരുവനന്തപുരം, ലക്ഷോർ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കൊച്ചി, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ്, അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കൊച്ചി, ജനറൽ ഹോസ്പിറ്റൽ എറണാകുളം. ഓക്കെ, അപ്പോ ഇതിൽ തന്നെ ജനറൽ ഹോസ്പിറ്റൽ അതായത് എന്താ പറയാ വളരെ ഉയർന്ന നിലവാരത്തിലുള്ള സ്റ്റാൻഡേർഡ് കൂടിയിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ് നമ്മുടെ എറണാകുളത്തുള്ള ജനറൽ ഹോസ്പിറ്റൽ. അതിന് നാബ് അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കിപ്പോ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ നിങ്ങൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തു പ്രൊമോഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ നാബുമായി ബന്ധപ്പെട്ട് ചോദിച്ചാൽ നമുക്ക് പറയാവുന്നതാണ് കേട്ടോ. അതിനകത്ത് തന്നെ എടുത്തു പറയുന്നതാണ് ജനറൽ ഹോസ്പിറ്റൽ എറണാകുളം. ഓക്കെ, അത്രയും ഉള്ളൂ. അത് നിങ്ങളോട് പറയണം എന്ന് തോന്നി, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, പറഞ്ഞോ? എപ്പൊ പറഞ്ഞു? പറഞ്ഞെങ്കിലേ ഓക്കെ, കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, പറഞ്ഞതാണെങ്കിൽ പ്രശ്നമില്ല. ഞാൻ വേറെ ബാച്ചിലാണ് പറഞ്ഞതെന്ന് ഓർത്തിട്ടാണ് നിങ്ങളോട് പറഞ്ഞില്ലയോ എന്നുള്ളൊരു ഇത് വന്നു. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഇത്രയും ഞാൻ എടുത്തല്ലോ.
അതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫാർമസിയിൽ ഏതാണ് വേണ്ടത്? ഫാർമസിയില് ഏത് പോയിന്റാ? അതായത് ലാമ മേടിച്ചു പോകുന്ന പേഷ്യന്റ്, അതുപോലെ ഡാമ മേടിച്ചു പോകുന്ന പേഷ്യന്റ്, അതുപോലെ അബ്സ്കോണ്ട് ഒളിച്ചോടി പോകുന്ന പേഷ്യന്റ്, ഈ ഹോസ്പിറ്റലിൽ വെച്ച് മരണപ്പെട്ടുള്ള പേഷ്യൻസ്, ഇവരിൽ എത്ര പേർക്ക് ഹോസ്റ്റൈലായിട്ട് ഡ്രഗ് റിയാക്ഷൻ ഉണ്ടാവാറുണ്ട്? അതായത് ADR എന്ന് പറഞ്ഞാൽ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ആണ്, അതായത് ഭയങ്കരമായിട്ടുള്ള ഡ്രഗ് റിയാക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഈ ഞാൻ പറഞ്ഞ ചില ലാമ, ഡാമ, അബ്സ്കോണ്ട് ആൻഡ് ഡെത്ത് ഇങ്ങനെയുള്ള പേഷ്യൻസില് എത്ര പേർക്ക് ഇങ്ങനെയുള്ള ഡ്രഗ് റിയാക്ഷൻ ഉണ്ടായിട്ടുണ്ട് എന്നതിന്റെ റേഷ്യോ. അഞ്ചാമത്തത് ഹൈ റിസ്ക് ആയിട്ടുള്ള മെഡിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട്, അതായത് വീര്യം കൂടിയ മരുന്നുകൾ ഉപയോഗിച്ചത് മൂലം എത്ര പേർക്ക് ഡ്രഗ് റിയാക്ഷൻ ഉണ്ടായിട്ടുണ്ട്, അതിന്റെ റേഷ്യോ നോക്കുന്നത്. ഓക്കെ, ഇനി എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ? ചോദിക്കാട്ടോ, നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ചോദിക്കാവുന്നതാണ്, പറഞ്ഞുതരാം. ഡൗട്ടൊന്നുമില്ല? ഡൗട്ട് ഉണ്ടോ? മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട് ഞാൻ. കാരുണ്യ, ഡൗട്ട് ഉണ്ടോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും ക്ലിയർ ആയി. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ കണ്ടിന്യൂസ് ചെയ്യാം. അതിനുശേഷം ഒരു 1.5 പേജ് മാത്രമേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് പുതിയൊരു ചാപ്റ്റർ എടുക്കാം കേട്ടോ, നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ, നമുക്ക് വൈകിട്ട് ചെയ്യാം അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാണ്ടോ നിങ്ങൾക്ക്? ഇല്ല, അപ്പൊ വൈകിട്ട് ചെയ്തോട്ടെ. Okay, ma'am. Thank you. Next class. Thank you. Thank you, ma'am. Thank you, ma'am.